നേരിട്ട് വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ഈഗിൾ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല, നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ല, നിങ്ങളെ ഉദ്ദേശിച്ച ഒരു സംഭവം ചെയ്തതല്ല. ഇതാ ബാക്കി ഞാൻ കേൾപ്പിച്ചാൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാം ബ്രോ, ഞാൻ ലിറ്ററലി ഞാൻ മറ്റേ പോത്ത് അവരെയാണ് കണ്ടത്. ഓക്കെ, ആള് പറഞ്ഞത് പോത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ കാര്യാന്നാണ് പറയണത്, മനസ്സിലായ? അതില് നമ്മളെ ഒരു ഏതോ പൊന്നാര ഈകളെ പോത്ത് എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളാണ്. ഞങ്ങളോടാ പോത്ത് എന്ന് പറഞ്ഞ ആൾക്കാരെ. എനിക്ക് എന്താടാ, എനിക്ക് എന്തായിന്? ഞങ്ങള് ചിലപ്പോ ലൈവ് ഇടും, ഞങ്ങള് ചിലപ്പോ ഇവിടെ ചാടിക്കളിച്ചു, ചിലപ്പോ ഞങ്ങൾ തുണി കഴിച്ച് ചാടിക്കളിച്ചു. അനക്ക് എന്താടാ ഛേദം? അന്റെ പൊരയെന്ന് ചെലവിരുണ്ടാ ഉണ്ടാ? ഇപ്പൊ കേട്ടില്ലേ? ഞമ്മൾ ഓന്റെ വള്ളി പിടിച്ചാനോ ഒന്നിനും ഞമ്മള് പോയില്ല. പക്ഷെ എങ്ങോട്ട് ചൊറിഞ്ഞ ഞമ്മള് ചൊറി, അതിന് യാതൊരു സംശയവും ഇല്ല. ഇത് ഇങ്ങനെ കുട്ടികളെ വാളെടുക്കി വെട്ടടാ ഓനെ വിട്ട് നേരം വെളുക്കോളത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ. എനിക്ക് വലിയ ഈകളാണെങ്കിലേ പോത്തിന്റെ പുറത്തുള്ള മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താടാ ഇത് പേര്? ഈച്ചനെ കൊത്തുന്നവനാടാ ഈകളും കാക്കച്ചൊക്കെ. ആർക്കിട്ടാ അങ്ങനെ പേടിപ്പിക്കണം? ഈകളെ നമുക്ക് എന്താ ഞമ്മളല്ല ചൊറിയാൻ വന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് മുത്ത ഞങ്ങൾ ചൊറിയാച്ച് വരുന്നത്? ഞങ്ങൾ പോത്തോ സിംഹോ കടുവേ ഞങ്ങൾ എങ്ങനെങ്കിലൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ, മനസ്സിലായോ? അന്റെ രോമത്തും വെക്കോ അന്നെ ഞങ്ങളെന്താ ഇജിപ്പോ ഈഗിള് എന്നുള്ള സാധനം ഇന്നലെ ഞാൻ കാണുന്നെ. ഇജിപ്പോ നമ്മളെന്തോ പറഞ്ഞുകൂടാ പറഞ്ഞപ്പോ എനിക്ക് അന്റെ പണിയെടുത്തോടെ ചങ്ങായിയെ. ഞങ്ങൾ ആരെയാ എന്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ വന്ന് കഴിഞ്ഞു ഗെയിം കളിച്ചോണ്ടിരുന്നാ പോലെ അന്റെ ഗെയിം സോഷ്യൽ മീഡിയ ഫീഡില് റീച്ച് ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾ റിയാക്ട് ചെയ്തത്. ഓന്റെ വീഡിയോ കാണാണ്ടല്ലോ ഏത് നേരം കളിച്ചിരുന്നിട്ട് എല്ലാവർക്കും എന്നും കാണാൻ തന്നെ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റുവോ? പിന്നെ ഓൻ പറഞ്ഞു വീട്ടിന്റെ എനിക്ക് അത്ര ധൈര്യം ഉണ്ട്, വീട്ടിന്റെ മുറ്റത്ത് പോവാ, മറ്റോടത്ത് പോവാ, മറിച്ചോടത്ത് പോവാ. പൊന്ന് ചെങ്ങായിയെ, അന്നെ പോലത്തെ ഒരു ഇങ്ങനെ പോയിക്കാണ്ടൊന്നും വീട്ടുമുറ്റത്ത് പോവാ എത്ര ചെങ്ങായിച്ചുള്ളേ? ഇജ് എന്തോ ഒലക്കാ ഉള്ളത്? അന്നെങ്ങനെ ഇങ്ങനെ പറയുന്നവരൊക്കെ ഇങ്ങനെ വീട്ടുമുറ്റത്ത് തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അല്ല വെറുതെ അങ്ങനെ വീട്ടുമുറ്റത്ത് പോയിക്കാണ്ട് ഇങ്ങനെ അടിച്ചാ നിൽക്കുക. വേറെ പണിയൊന്നും ഇവിടെ അത്രേ ഉള്ളൂ. എന്താണ് ചെങ്ങായിയെ? സ്റ്റോറി വായിച്ചപ്പോ തന്നെ മനസ്സിലായി. എന്റെ സ്റ്റോറിയും കാര്യങ്ങളും ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു.